ഈ വർഷത്തെ ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് എങ്കക്കാട് തട്ടകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതായി ഉത്രാളിക്കാവ് പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ എങ്കക്കാട് ദേശക്കാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശത്തിന്റെ നന്ദി കടപ്പാറയിരിക്കും. നമ്മളെ കൂടെ എല്ലാ പ്രാവശ്യവും എല്ലാ പത്രമാധ്യമങ്ങളും നമ്മളെ കൂടെ നിന്നുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരാറുണ്ട്. പ്രത്യേകം നന്ദി. എങ്കക്കാട് ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ പന്തൽ കാൽനാട്ടൽ കർമ്മം 25-ാം തീയതി രാവിലെ 8:45 ക്ഷേത്രത്തിന് സമീപത്ത് കാൽനാട്ടൽ കർമ്മം നടക്കുകയാണ്. ഇപ്രാവശ്യം എങ്കിക്കാട് ദേശത്തിന്റെ പന്തലിന് വളരെ വലിയ പ്രത്യേകതയും 125 അടിയോളം ഉയരമാണ് ഇപ്രാവശ്യം ദേശത്തിന്റെ പന്തൽ. ഈ പന്തൽ ഇപ്രാവശ്യം അതിൻ്റെ കരാറുകാരൻ എന്ന് പറയുന്നത് ആറാട്ടുപുഴ കൃഷ്ണനും അതിൻ്റെ ലൈറ്റ് ചെയ്യുന്നത് ജെൻസനുമാണ്. പിന്നെ എങ്കിക്കാട് ദേശം വളരെ പ്രത്യേകത, ഇത്ര കാലം ചെയ്യാൻ സാധിക്കാത്ത വലിയൊരു കാര്യം പറഞ്ഞ ഉത്സവരാവ്. എങ്കിക്കാട് ദേശത്തിൻ്റെ ഉത്സവരാവ് ചൊവ്വാഴ്ച തന്നെ അതിൻ്റെ ഉത്സവരാവിൻ്റെ ഉദ്ഘാടനം കളിക്കാവ് പറവപ്പാടിൻ്റെ സമയത്തിന് തന്നെ കളിക്കാവിൽ 6 മണിക്ക് തന്നെ നിർവഹിക്കുന്നതായി. അത് ആവണക്കാട് കളരിയിലെ അഡ്വക്കേറ്റ് രഘുരാമൻ പണിക്കരാണ് നിർവഹിക്കുന്നത്. അത് കഴിഞ്ഞ് ബുധനാഴ്ച മുതൽ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നതാണ്. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം രാവിലെ കൂടി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ രാവിലെ 7 മണി മുതൽ 10 മണി വരെ കലാപരിപാടി ഉണ്ടായിരുന്നു. ഈ വർഷം ഉത്സവരാവ് എന്ന പേരിൽ സാംസ്കാരിക കലാപരിപാടികൾ ഫെബ്രുവരി 17 മുതൽ 23 വരെ എങ്കക്കാട് ഗ്രാമത്തിലെ വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുണ്ട്. പൂരം കാഴ്ചപ്പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം ഞായറാഴ്ച രാവിലെ 8:45 ക്ഷേത്ര പരിസരത്ത് നടക്കും. ചടങ്ങിൽ എങ്കക്കാട് ദേശനിവാസികളും ഉത്രാളിക്കാവ് പൂരത്തിന്റെ മറ്റു പങ്കാളികളുമായ കുമരനെല്ലൂർ, വടക്കാഞ്ചേരി എന്നീ ദേശക്കാരും വ്യാപാരികളും പങ്കെടുക്കും. ഇക്കൊല്ലം പൂരം അതിവിപുലവും വിശിഷ്ടമായ ആഘോഷമായ രീതിയിൽ തന്നെ ആചാരങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് പൂരം അതിഗംഭീരമാക്കാനുള്ള ശ്രമത്തിലാണ് തട്ടക ദേശക്കാരും ഒപ്പം ഭാരവാഹികളും. സൗഹൃദങ്ങളുടെ മറ്റൊരു പൂരം 3 ദേശക്കാരും ഒത്തൊടുകയും ചെയ്യും. ഇക്കൊല്ലം പൂരത്തിന് കൂടുതൽ പ്രത്യേകത, വെടിക്കെട്ട് പഴയതുപോലെ 4:30 പൂരം ദിവസം 4:30 വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാന ലക്ഷ്യം, പ്രധാന ആകർഷണമായ കൂട്ടെഴുന്നള്ളിപ്പ് എന്നത് ഭഗവതി പൂരം വളരെ ചിട്ടയോടെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി തന്നെയായിരുന്നു. ഈ വർഷം വെടിക്കെട്ട് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മറ്റു വർഷങ്ങളേക്കാൾ വിപുലമായ രീതിയിലാണ് ഈ വർഷം എങ്കക്കാട് ദേശം ഉത്രാളിക്കാവ് പൂരത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവരുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് PR സുരേഷ് കുമാർ, ജനറൽ സെക്രട്ടറി ജയേഷ് കുമാർ, സെക്രട്ടറി PK വിജയൻ, കൺവീനർ PG രവീന്ദ്രൻ, പൂരം ചീഫ് കോർഡിനേറ്റർ B സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.